മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾക്ക് നാം സാക്ഷികളാകുന്നു. വിട്ടുമാറാത്ത ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ തകർച്ചയുടെ പ്രത്യാഘാതങ്ങളാണ് ഇത്തരം ഉരുൾപൊട്ടലുകൾക്ക് മറ്റും പ്രധാന കാരണം. അതിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ടത്തിന്റെ സ്ഥിതി വിലയിരുത്തുവാൻ ലക്ഷ്യമിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ട്. ഞാൻ സംസാരിക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായി 2011 സമർപ്പിക്കപ്പെട്ട ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി. എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്? എന്തുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഈ റിപ്പോർട്ടിന് നേരെ ഉണ്ടായി? ഈ റിപ്പോർട്ടിലെ പഠനങ്ങളും നിർദ്ദേശങ്ങളും എന്തെല്ലാമാണ്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് 1600 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു പർവ്വതനിരയാണ് പശ്ചിമഘട്ടം അഥവാ സഹ്യാദ്രി. 1,60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പശ്ചിമഘട്ടം ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ അറബിക്കടലിന് സമാന്തരമായി കടന്നുപോകുന്നു. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറെ ചെരുവിലാണ് കേരളം. വയനാടും അട്ടപ്പാടിയും മാത്രമാണ് കിഴക്കൻ ചെരുവിലുള്ളത്. പശ്ചിമഘട്ട മലനിരകൾക്കും അറബിക്കടലിനുമിടയിൽ ഏകദേശം 70 മുതൽ 125 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു അപൂർവ ഭൂപ്രദേശമാണ് കേരളം. സഹ്യാദ്രിയുടെ ഏകദേശം 600 കിലോമീറ്റർ ആണ് കേരളത്തിലുള്ളത്. ജൈവ വൈവിധ്യത്തിന്റെ ലോകത്തിലെ 8 ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ട പശ്ചിമഘട്ടം നിരവധി സസ്യ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഏകദേശം 400-ലധികം സ്പീഷീസുകൾ, 7 വ്യത്യസ്ത തരം വെജിറ്റേഷൻസ്, 1741 ഇനം പൂച്ചെടികൾ, 403 തരം പക്ഷികൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് പശ്ചിമഘട്ടം. ഹിമാലയൻ പർവ്വത ശൃംഖലയുടെ രൂപീകരണത്തിന് മുൻപേയുള്ളതാണ് പശ്ചിമഘട്ടം. മിക്ക നദികളുടെയും ഉത്ഭവം ഇവിടെ നിന്നാണ്. വടക്ക് ഡെക്കാൻ സമഭൂമിയുടെ അറ്റത്ത് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പ് വരെ ഇടമുറിയാതെ നീണ്ടുകിടക്കുന്ന മലനിരയാണ് വെസ്റ്റേൺ ഗാട്സ്. നീലഗിരി പ്രദേശത്ത് വെച്ച് ഈസ്റ്റേൺ ഗാട്സുമായി കൂടിച്ചേരുന്ന ഈ സഹ്യാദ്രി നിരകൾ അവിടെ നിന്ന് തെക്കോട്ട് പിന്നെയും നീളുന്നു. 30 കിലോമീറ്റർ ദൂരത്തിൽ പാലക്കാട് ചുരത്തിൽ മാത്രമാണ് പശ്ചിമഘട്ടത്തിന് ഒരു വിടവുണ്ടാകുന്നത്. നിബിഡവനങ്ങളാൽ മൂടപ്പെട്ടതാണ് പശ്ചിമഘട്ടം. തദ്ദേശീയരായ ഗോത്രവർഗങ്ങൾക്കൊപ്പം വന്യജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയായി ഇത് രൂപപ്പെട്ടു. എന്നാൽ കാലക്രമേണ പശ്ചിമഘട്ടം മാറ്റങ്ങൾക്ക് വിധേയമായി. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം മുതൽ കാർഷിക തോട്ടങ്ങൾക്കും തടികൾക്കുമായി പശ്ചിമഘട്ടത്തിലെ വലിയ ഭൂപ്രദേശങ്ങൾ വെട്ടിത്തെളിക്കുവാൻ തുടങ്ങി. അങ്ങനെ വനങ്ങൾ തോട്ടങ്ങളും വാസസ്ഥലങ്ങളുമായി മാറ്റിയെടുത്തപ്പോൾ വലിയ തോതിൽ ഇത് പശ്ചിമഘട്ടത്തെ പ്രതികൂലമായി ബാധിക്കുവാൻ തുടങ്ങി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സെന്റർ ഫോർ എർത്ത് സയൻസും നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് കുടിയേറ്റക്കാരും റിയൽ എസ്റ്റേറ്റ് മാഫിയയും മറ്റും ഈ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ കയ്യേറിയപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ നിലനിൽപ്പ് വീണ്ടും വലിയ പ്രതിസന്ധിയിലായി. എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്? മലയോര പ്രദേശങ്ങളിൽ അമിതമായ ചൂഷണം സംഭവിച്ച് അത്തരം പ്രദേശങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായി ക്രമേണ ദുർബലമായി മാറുന്നു. അത്തരം പ്രദേശങ്ങളിൽ സാധാരണയിലും അധികം മഴ ഉണ്ടാകുമ്പോഴാണ് ഉരുൾപൊട്ടലും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്നത്. സാധാരണയായി 24 മണിക്കൂറിലധികം കനത്ത മഴ ഇത്തരം പ്രദേശങ്ങളിൽ പെയ്യുമ്പോൾ അവിടെയുള്ള ഭൂമിയുടെ സംഭരണ ശേഷിയേക്കാളും അധികം വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഭൂഗർഭ ജലത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ മണ്ണിനടിയിലെ മർദ്ദം വർദ്ധിക്കുന്നു. അത്തരത്തിൽ മർദ്ദം വർദ്ധിക്കുമ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്നും വെള്ളം ശക്തമായി പുറത്തേക്ക് വരുന്നു. വലിയ ശക്തിയോടെ വെള്ളം പുറത്തേക്ക് കുതിച്ചൊഴുകുമ്പോൾ അതിനോടൊപ്പം അവിടെയുള്ള മണ്ണും പാറക്കെട്ടുകളും മരങ്ങളും വളരെ ശക്തിയോടെ കുത്തിയൊലിച്ചു വരുന്നു. അവ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നു. ഒഴുകുന്ന വഴിയിലെ വീടുകളും കെട്ടിടങ്ങളും കൃഷിസ്ഥലങ്ങളും നശിക്കുന്നു. 22 ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള മലമ്പ്രദേശങ്ങളിലാണ് സാധാരണയായി ഉരുൾപൊട്ടൽ സംഭവിക്കാറുള്ളത്. കഴിഞ്ഞ കുറെ നാളുകളായി പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ നിരന്തരമായി ഉരുൾപൊട്ടൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരവധി ജീവനുകൾ പൊലിയുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ പരിസ്ഥിതി വന മന്ത്രാലയം 2010 ഉത്തരവിലൂടെ
പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി രൂപീകരിച്ചു. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക തകർച്ചയിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകളാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് കാരണമായത്. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, വനനശീകരണം, ഖനനം എന്നിവ ഈ മേഖലയിലെ ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടത്തിനും പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമായി. പ്രാദേശിക സമൂഹങ്ങളുടെ ആവശ്യങ്ങളും വികസനങ്ങളും സന്തുലിതമാക്കുന്നതിനൊപ്പം പശ്ചിമഘട്ടത്തിലെ ദുർബലമായ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികൾ ശുപാർശ ചെയ്യുവാൻ സമിതിയെ ചുമതലപ്പെടുത്തി. പശ്ചിമഘട്ടത്തിന്റെ നിലവിലെ പാരിസ്ഥിതിക സ്ഥിതി വിലയിരുത്തുക, കർശനമായ സംരക്ഷണം ആവശ്യമുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ തിരിച്ചറിയുക, പാരിസ്ഥിതികവും സാമൂഹിക സാമ്പത്തികവുമായ സുസ്ഥിര വികസനത്തിനുള്ള ഒരു ചട്ടക്കൂട് നിർദ്ദേശിക്കുക, സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പങ്കാളിത്ത ഭരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സമഗ്രത സംരക്ഷിക്കുന്നതിന് നിരവധി നിർദ്ദേശങ്ങൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് നൽകി. അവ പശ്ചിമഘട്ട മേഖലയെ മുഴുവൻ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുകയും 3 തരത്തിലുള്ള പരിസ്ഥിതി ലോല മേഖലകളായി തരംതിരിക്കുകയും ചെയ്തു. ഖനനം, നിർമ്മാണം, വനനശീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്ത അളവിലുള്ള നിയന്ത്രണങ്ങളോടെയാണ് ഈ സോണുകൾ കൈകാര്യം ചെയ്യേണ്ടത്. പരിസ്ഥിതി ലോല മേഖലകൾ 1, 2 എന്നിവിടങ്ങളിൽ ഖനനത്തിനുള്ള പുതിയ പാരിസ്ഥിതിക അനുമതികൾക്ക് അനിശ്ചിതകാല മൊറട്ടോറിയം. പരിസ്ഥിതി ലോല മേഖല 1 ഖനനം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുന്നു. പരിസ്ഥിതി ലോല മേഖലകൾ 1, 2 എന്നിവിടങ്ങളിൽ 5 മുതൽ 8 വർഷത്തിനുള്ളിൽ എല്ലാ രാസ കീടനാശിനികളുടെയും 3 വർഷത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ബാഗുകളുടെയും ഉപയോഗം അവസാനിപ്പിക്കുന്നു. പരിസ്ഥിതി ലോല മേഖലകൾ 1, 2 എന്നിവയിൽ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകൾ പോലെയുള്ള റെഡ്, ഓറഞ്ച് കാറ്റഗറി വ്യവസായങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ജനിതകമാറ്റം വരുത്തിയ വിളകൾ കൃഷി ചെയ്യുന്നത് മുഴുവൻ പ്രദേശത്തും നിരോധിച്ചിരിക്കുന്നു. പരിസ്ഥിതി ലോല മേഖല 1, 2 എന്നിവയിൽ പുതിയ സാമ്പത്തിക മേഖലകളോ ഹിൽ സ്റ്റേഷനുകളോ ഡാമുകളോ റെയിൽവേ ലൈനുകളോ പ്രധാന റോഡുകളോ നിർമ്മിക്കുവാൻ പാടില്ല. പരിസ്ഥിതി ലോല മേഖല 1, 2 എന്നിവയിൽ പൊതുഭൂമികൾ സ്വകാര്യ ഭൂമികളാക്കി മാറ്റുന്നതും വനഭൂമി വനേതര ആവശ്യങ്ങൾക്കായി വകമാറ്റുന്നതും തടയുന്നു. ടൂറിസം നിയന്ത്രിക്കുന്നു. ഇവയെല്ലാമായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പ്രധാന ശുപാർശകൾ. 2011 സമർപ്പിച്ച ഈ റിപ്പോർട്ട് കാര്യമായ ചർച്ചകൾക്ക് കാരണമായി. ബന്ധപ്പെട്ട 6 സംസ്ഥാനങ്ങളിലൊന്നും ഈ റിപ്പോർട്ട് അംഗീകരിച്ചില്ല. പരിസ്ഥിതി പ്രവർത്തകരും സംരക്ഷകരും സമഗ്രവും ശാസ്ത്ര അധിഷ്ഠിതവുമായ സംരക്ഷണത്തിനായുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ സമീപനത്തെ പ്രശംസിച്ചു. എന്നിരുന്നാലും റിപ്പോർട്ടിന് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വ്യവസായികളിൽ നിന്നും ചില പ്രാദേശിക സമൂഹങ്ങളിൽ നിന്നും വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. റിപ്പോർട്ട് നിർദ്ദേശിക്കുന്ന കർശന നിയന്ത്രണങ്ങൾ മേഖലയിലെ വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും തടസ്സമാകുമെന്ന് വിമർശകർ വാദിച്ചു. പ്രത്യേകിച്ച് ഖനനം, കൃഷി, ടൂറിസം എന്നിവയെ ആശ്രയിച്ചുള്ള മേഖലയിൽ ഉപജീവന മാർഗത്തിൽ ഉണ്ടാകുവാനിടയുള്ള ആഘാതത്തെക്കുറിച്ച് ആശങ്കയുയർന്നു. തുടർന്ന് പരിസ്ഥിതി വനം മന്ത്രാലയം ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന പേരിൽ ഡോക്ടർ കെ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. 2013 കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. വെസ്റ്റേൺ ഗാട്സിന്റെ സംരക്ഷണത്തോടൊപ്പം അവിടങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിന് സമാനമായി സമ്മിശ്ര പ്രതികരണമാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനും ലഭിച്ചത്. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കർശന സംരക്ഷണ നടപടികൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് തഴഞ്ഞു എന്ന് പരിസ്ഥിതിവാദികൾ ആക്ഷേപം ഉന്നയിച്ചു. മറുവശത്ത് സംസ്ഥാന സർക്കാരുകൾക്കും പ്രാദേശിക സമൂഹങ്ങൾക്കും കസ്തൂരിരംഗൻ റിപ്പോർട്ട് അവരുടെ വികസന ആവശ്യങ്ങൾ പരിഗണിക്കുകയും കൂടുതൽ വഴക്കം നൽകുകയും ചെയ്തതിനാൽ അത് കൂടുതൽ സ്വീകാര്യമായി. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിസ്ഥിതിക്ക് മുൻഗണന നൽകുകയും അത് കേന്ദ്രത്തിൽ നിലനിർത്തുവാനുള്ള നടപടികളെ ശുപാർശ ചെയ്യുകയും ചെയ്തപ്പോൾ കസ്തൂരിരംഗൻ കമ്മിറ്റി ശുപാർശകളെ വികസനവുമായി സന്തുലിതമാക്കുവാൻ ശ്രമിച്ചു. ഈ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കപ്പെട്ടുവെങ്കിലും കേരളത്തിൽ ഉരുൾപൊട്ടൽ എന്നത് ആവർത്തിച്ചുള്ളതും വിനാശകരവുമായ പ്രകൃതി ദുരന്തമായി മാറിയിരിക്കുന്നു. ഇത് ജീവൻ, സ്വത്ത്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ വലിയ നഷ്ടത്തിലേക്ക് നയിക്കുന്നു. ഇത് പ്രാദേശിക സമൂഹങ്ങളെ ആഴത്തിൽ ബാധിക്കുന്നു. ഫലപ്രദമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, സമഗ്രമായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് അടിവരയിടുന്നു ഓരോ പ്രകൃതി ദുരന്തങ്ങളും. എന്നും നീറുന്ന ഓർമ്മകൾ തന്നെയാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും. എല്ലാ പ്രദേശങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും
പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം വികസനവും സന്തുലിതമാക്കുവാനുള്ള ശ്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. We were just in conversations. Goodbye. Wow.